പാഠ്യേതര വിഷയങ്ങളിൽ മികവ് കാട്ടുന്ന വിദ്യാർത്ഥികൾക്ക് 1 വർഷം കൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകാൻ പദ്ധതി ഒരുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചവറയിൽ കൊറ്റൻകുളങ്ങര GHSS വിദ്യാർത്ഥി വിഘ്നേഷിന് KSTAയും ദേശാഭിമാനിയും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടിന്റെയും ഭൂമിയുടെയും താക്കോൽ കൈമാറുകയായിരുന്നു മന്ത്രി. പാമ്പുകളുടെ ശല്യം കണക്കിലെടുത്ത് സ്കൂൾ തുറക്കുന്നതിന് 2 ആഴ്ച മുമ്പ് സ്കൂളുകളിലെ മാളങ്ങൾ ഉൾപ്പെടെ അടയ്ക്കുന്ന ജോലി പ്രഥമ പരിഗണനയോടെ PTA-യും സ്കൂൾ അധികൃതരും ഏറ്റെടുക്കണമെന്ന് മന്ത്രി പറഞ്ഞു. ഈ വിഘ്നേശ്വരൻ വളരെ ധൈര്യത്തോടുകൂടി ഒരു തുണ്ട് പേപ്പറാണ്, ചെറിയൊരു കീറിയ തുണ്ട് പേപ്പർ ഒരു കത്തായി എനിക്ക് എഴുതുന്നത്. ആ കത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യം എനിക്ക് വീടില്ല സ്വന്തമായി. ആ ഒരു ചെറിയ തുണ്ട് പേപ്പർ എഴുതുന്ന കത്തിൻ്റെ ഉത്തരവാണ് ഈ കാണുന്ന ഈ വീടെന്നുള്ള കാര്യം. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് കാട്ടുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അടുത്ത 1 വർഷം കൊണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകാൻ പദ്ധതി ഒരുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചവറ കൊറ്റൻകുളങ്ങര GHSSലെ UP വിഭാഗം വിദ്യാർത്ഥി വിഘ്നേഷിന് അധ്യാപക സംഘടനയായ KSTAയും ദേശാഭിമാനിയും ചേർന്ന് നൽകിയ വീടിന്റെയും ഭൂമിയുടെയും കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പാമ്പുകളുടെ ശല്യം കണക്കിലെടുത്ത് ഇത്തവണത്തെ അധ്യയന വർഷം തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ എല്ലാ സ്കൂളുകളിലെയും മാളങ്ങളും മറ്റും പൂർണ്ണമായി അടയ്ക്കുന്ന പ്രവർത്തനം പ്രഥമ പരിഗണനയോടെ PTA-യും സ്കൂൾ അധികൃതരും ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. അവരിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യത്തിൽ KSTAയുടെ ഇടപെടൽ അഭിനന്ദനാർഹമാണ്. കേരളത്തിലെ ഒരു അധ്യാപക സംഘടനയും ചെയ്യാത്ത കാര്യമാണ് കുട്ടികളുടെ ഇത്തരം സേവനത്തിൻ്റെ കാര്യത്തിൽ KSTA ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലായിരുന്നാൽ LSS UST വലിയ പരീക്ഷയുടെ കാര്യത്തിലായിരുന്നാലും അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥി താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാമ്പിൻ്റെയൊക്കെ ശല്യം വളരെ കൂടുതലാണ്. കാരണം ചൂട് സമയമാണ്, മാളത്തിൽ നിന്ന് അത് ചാടുകയാണ്. സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടുത്ത അധ്യാപക സംഘടനകളും PTA-യും അതുപോലെ അടുത്ത നാട്ടുകാരും ശ്രദ്ധിക്കേണ്ടത് ആദ്യം സ്കൂൾ തുറക്കുന്നതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് സ്കൂളിനകത്തുള്ള മുഴുവൻ മാളങ്ങളും അടച്ചു പൂട്ടേണ്ടാക്കണം. നല്ല സിമെന്റ് ഉറപ്പോട് കൂടിയിട്ട് അടച്ചു പൂട്ടേണ്ടാക്കണം. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. നമുക്കല്ലാതെ നമുക്ക് ചെറിയ കുഴിയാണോ വലിയ കുഴിയാണോ എന്ന് നോക്കാൻ അറിയാം. അല്ല ചെറുതും വലുതും മാത്രമല്ല, അതിൻ്റെ മുഴുവൻ കുഴികളും അടച്ചു പൂട്ടുക എന്നുള്ള ഉത്തരവാദിത്തമാണ് പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിലെ സംസ്ഥാന വിജയിയെ തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് വിഘ്നേഷിന് വീടെന്ന ആഗ്രഹ സഫലീകരണത്തിന് വഴിയൊരുങ്ങുന്നത്. വിഘ്നേഷിന്റെ പിതാവ് രഞ്ജിത്ത് പെയിന്റിംഗ് തൊഴിലാളിയാണ്. ജീവിക്കാനായി പല ജോലികളും മാറി മാറി ചെയ്തു. ഇടയ്ക്ക് വിദേശത്തും പോയി. അതിനായി ചെലവായ പണം ബാധ്യതയായി മാറിയതല്ലാതെ ഗുണങ്ങൾ ഉണ്ടായില്ല. കുടുംബ ഓഹരിയായി കിട്ടിയ ഭൂമി ബാധ്യത തീർക്കാൻ വിൽക്കേണ്ടിയും വന്നു. കഴിഞ്ഞ 15 വർഷമായി കുടുംബവുമൊത്ത് വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ചവറയിൽ വാടകയ്ക്ക് താമസിക്കുന്നതിനിടെയാണ് കൊറ്റൻകുളങ്ങര GHSSൽ വിഘ്നേഷിന്റെ പഠനം ആരംഭിക്കുന്നത്. പിന്നീട് സ്കൂളിന്റെ അഭിമാനമായി മാറിയ വിഘ്നേഷ് അധ്യാപകരുടെയും കുട്ടികളുടെയും പ്രിയപ്പെട്ടവനായി മാറി. അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിന്റെ സമ്മാനവേദിയിൽ മന്ത്രി വി ശിവൻകുട്ടിയോട് തനിക്ക് സ്വന്തമായി വീടില്ലെന്ന കാര്യം വിഘ്നേഷ് നേരിട്ട് അറിയിച്ചതോടെയാണ് വിഘ്നേഷിന് സ്വന്തമായി വീടൊരുക്കാൻ അവസരമൊരുക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയത്. ആ ഉറപ്പാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. KSTA സംസ്ഥാന പ്രസിഡന്റ് ബീന അധ്യക്ഷത വഹിച്ചു. KJ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സെയ്ദ്, CPM ഏരിയ സെക്രട്ടറിമാരായ A അനിരുദ്ധൻ, R രവീന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.